ഹലോ സ്റ്റുഡൻസ്, IIT ജാം ഫിസിക്സിൽ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് നിങ്ങൾക്കറിയാം. മെയിനായിട്ട് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഏഴോളം പേപ്പറുകൾ, ഏഴോളം ടോപ്പിക്സ് ആയിട്ടാണ് അവർ സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ മോഡേൺ ഫിസിക്സ് എന്നുള്ള പേപ്പർ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നൊന്ന് ബ്രീഫായിട്ട് വളരെ ചെറിയ ടൈമിനുള്ളിൽ നോക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങളൊരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു UG പ്രോഗ്രാമുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള 2-3 പേപ്പറുകൾ ഈ മോഡേൺ ഫിസിക്സ് എന്നുള്ളൊരു ടോപ്പിക്കിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്നാമത്തെ ഒരു ടോപ്പിക്സ് ഞാൻ ഏതൊക്കെയാണ് സബ് ടോപ്പിക്സ് എന്നൊന്ന് പറയാം. ഒന്ന് റിലേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച ആയിരിക്കും. മൂന്നാമത്തെ ഒരാളെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറഞ്ഞ പേപ്പറായിരിക്കും. ഈ 3 പേപ്പറുകളും കൂടി കൺസൈസ് ആയിട്ടാണ് അവർ മോഡേൺ ഫിസിക്സ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൻ്റെ ഉള്ളിൽ സിലബസ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ഈ സബ് ടോപ്പിക്കിൻ്റെ ഉള്ളിൽ എന്താണ് പഠിക്കാനുള്ളത് എന്നൊന്ന് ഷോർട്ടായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നോക്കാനുള്ളത് റിലേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. റിലേറ്റിവിസ്റ്റിക് ഡൊമൈന് വരുന്ന സമയത്ത്, അതായത് വെലോസിറ്റി എന്നുള്ളത് നിയറർ ടു ടൈമിൻ്റെ വെലോസിറ്റി ആയിട്ട് കമ്പയറബിൾ ആവുന്ന സമയത്തുള്ള ഫിനോമിനനാണ് റിലേറ്റിവിറ്റിയിൽ വരുന്നുണ്ടാവുക. അതിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരുപാട് എഫക്റ്റുകളുണ്ട്. ഇപ്പോൾ ടൈം ഡയലേഷന്, ലെങ്ത് കൺട്രാക്ഷന്, അതുപോലെ ലൊറൻസ് ട്രാൻസ്ഫോർമേഷന്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷന്, അതുപോലെ തന്നെ വെലോസിറ്റി, അഡീഷൻ ഓഫ് വെലോസിറ്റീസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് റിലേറ്റിവിറ്റി എന്നുള്ളൊരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ഇതുപോലെ അടുത്തൊരു ടോപ്പിക്കാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളൊരു ടോപ്പിക്ക്. സോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബർത്ത് എങ്ങനെയാണ് വരുന്നത്, എന്താണ് വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ്, എന്താണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് വേവ്സ്, എന്താണ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് മാക്സ് പ്ലാങ്ക് ഒരു ക്വാണ്ടം എന്നുള്ള ടേം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ വരിക. എന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തഡോളജീസും കാര്യങ്ങളൊക്കെ ആറ്റോമിക് മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. പ്ലാനറ്ററി മോഡൽ, അതുപോലെ തന്നെ റുദർഫോർഡ് മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഫൈനലി ബോർ മോഡൽ അവസാനം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ബോർ മോഡലിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. പിന്നെ ബോർ മോഡലിന് ശേഷം ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തെ, ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് മെയിനായിട്ട് ഫിസിക്സിൽ ഒന്നുകിൽ ക്ലാസിക്കൽ നേച്ചറാണ് ഉണ്ടാവുക, ക്ലാസിക്കൽ ഡൊമൈനിലാണ് ഉണ്ടാവുക മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആളുകൾ. മറ്റൊന്നാണ് മൈക്രോസ്കോപ്പിക് ആയിട്ട് അഥവാ ക്വാണ്ടം നേച്ചറിലാണ് ഉണ്ടാവുക. ക്വാണ്ടം നേച്ചറിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ട ഇക്വേഷനാണ് സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. സോ ആ സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണെന്ന് പഠിക്കണം. സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ്റെ കുറച്ച് അപ്ലിക്കേഷൻ, ഇൻഫിനിറ്റ് ഡയമെൻഷൻ വെൽ പൊട്ടൻഷ്യൽ, ഇങ്ങനത്തെ കുറച്ച് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്, അതുപോലെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഏരിയയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ഒരു ചെറിയ പേപ്പറല്ല, അത്യാവശ്യം വലിയൊരു പേപ്പർ തന്നെ ഉണ്ടാവുക. റിലേറ്റിവിറ്റി എന്നുള്ള കണ്ടന്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഇതിൽ ഏറ്റവും ഒരുപാട് കണ്ടന്റ് റിച്ച് ആയിട്ട് ഉണ്ടാവുക എന്നർത്ഥം. ഇനി മൂന്നാമത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. അത് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് IIT ജാമിൻ്റെ സിലബസ് പാർട്ടിലുള്ളൂ. എങ്ങനെയൊക്കെയാണ് ന്യൂക്ലിയസ് വരുന്നുണ്ടാവുക, അതുപോലെ ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ബൈൻഡിങ് എനർജി എന്തൊക്കെയാണ് വരുന്നുണ്ടാവുക, റേഡിയോ ആക്റ്റീവ് ഡീക്കെ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ഡീക്കേൻ്റെ ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഇത്ര വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ന്യൂക്ലിയർ ഫിസിക്സിൽ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു 3 പേപ്പറുകളാണ് മോഡേൺ ഫിസിക്സ് എന്നുള്ളൊരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ജാം സിലബസിൽ നിങ്ങൾക്ക് മെയിനായിട്ട് അപ്രോച്ച് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഈ 3 പേപ്പറുകൾ അത്യാവശ്യം നിങ്ങൾക്കൊന്ന് നോക്കിയാൽ തന്നെ കിട്ടാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിൽ ഏറ്റവും ഡോമിനൻ്റ് ആയി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഒരുപാട് പഠിക്കാനുള്ളത് ക്വാണ്ടം മെക്കാനിക്സ് തന്നെയാണ്. അപ്പോൾ മോഡേൺ ഫിസിക്സ് എന്നുള്ളൊരു പേപ്പറിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. മോഡേൺ ഫിസിക്സിൽ ഞാൻ പറഞ്ഞു 1900 ശേഷം വന്നിട്ടുള്ള ഒരുപാട് സയൻസസ്, ഫിസിക്സിൽ തന്നെ വന്നിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ന്യൂക്ലിയർ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് ആണെന്നുണ്ടെങ്കിലും, റിലേറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ 3 പേപ്പറുകളും ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കാമെന്ന് ചോദിച്ചാൽ, ഒരുപാട് ഇക്വേഷൻസ് ഈ 3 ഏരിയയിലും ഉണ്ട്. ഇപ്പോൾ റിലേറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതായത് ഏതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്, ഏതാണ് മൂവ് ചെയ്യുന്ന ഫ്രെയിം, എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, വെലോസിറ്റികൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഒന്ന് ഓർത്ത് വെക്കാനുള്ളത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സിലും
എന്താണ് ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ റേഡിയോ ആക്ടിവിറ്റി എന്നുള്ളൊരു ഏരിയയും കൂടിയാണ് ആ ന്യൂക്ലിയർ ഫിസിക്സിൽ ഉണ്ടാവുക. ഇതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഓവറോൾ ബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ. മോഡേൺ ഫിസിക്സിലെ ഓരോ ഏരിയകളും എടുത്തെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ഒന്ന് ബൈഹാർട്ട് ആക്കരുത്. ആ കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക, എന്നിട്ട് പ്രോബ്ലംസ് ഇക്വേഷൻസ് അറിഞ്ഞതിന് ശേഷം പ്രോബ്ലംസ് ചെയ്ത് ശീലിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ എക്സാമിന് വരുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മോഡേൺ ഫിസിക്സിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.